ഫസ്റ്റ് എനിക്ക് എഴുത്തിനെ പറ്റിയാണ്. കാരണം നമ്മൾ അന്ന് സംസാരിച്ചതും ധ്യാൻ ചേട്ടൻ്റെ എഴുത്തിനെ പറ്റിയിട്ടാണ്. ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നതും ധ്യാനിലെ എഴുത്തുകാരനെയും സംവിധായകനെയാണ് ശരിക്കും കാണാൻ. കാരണം നമ്മൾ സിനിമ കുറേ കാണുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ടല്ലോ ചേട്ടൻ. ചേട്ടന് തന്നെ വലിയ താല്പര്യമില്ലാതെ ആണ് ചെയ്യുന്നതെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എഴുത്ത് കുറേ കൂടെ സീരിയസ് ആയിട്ട് കാണാൻ പോകുന്നതും കേട്ടു. അപ്പോൾ ആപ് കൈസേ ഹോ ശരിക്കും എങ്ങനെയാണ് അതിന്റെ ജന്മം? അല്ല, ഇത് ഞാൻ അജുവേട്ടനോട് കുറെ വർഷം മുന്നേ ഒരു സംഭവം എൻ്റെ കൂട്ടുകാരൻ്റെ ലൈഫിൽ ഞങ്ങളൊരു ദിവസം രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ സമയത്ത് ഇത് അന്ന് സിനിമയാക്കണം എന്നുള്ള ആലോചിച്ചെന്നല്ല പറഞ്ഞത്. അല്ല, സിനിമയാക്കണം എന്ന് തന്നെ വിചാരിച്ചിട്ടാ പറഞ്ഞല്ലേ. അതെ, അന്ന് ആസിഫ് ഖാനൊക്കെ വെച്ചിട്ട് ചെയ്യാം, അതൊരു വലിയ സിനിമയായിട്ട് ചെയ്യാം എന്നൊക്കെ ആലോചിച്ചു. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു സ്റ്റാർ, അല്ലെങ്കിൽ ആസിഫ് അലീനെ പോലത്തെ ഒരു സ്റ്റാർ ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്റ്റാറിന് ചെയ്യാൻ മാത്രമുള്ള ഇല്ല എൻ്റെ ക്യാരക്ടറിന്. അപ്പോൾ ബേസിക്കലി അപ്പോൾ ഞാൻ വെച്ച് ഞാൻ തന്നെ ചെയ്യാം. അങ്ങനെ അപ്പൊ ഞാൻ വെച്ചു അപ്പൊ ഞാൻ അങ്ങനെ കഥ പറഞ്ഞിരുന്നല്ലോ മുന്നേ. അങ്ങനെ ഞാൻ രമേശ് ചേട്ടനെ വിളിച്ചു. രമേശ് ചേട്ടനോട് ഇങ്ങനെ ഒരു ചെറിയ ഈ സ്റ്റാർ വേണ്ടെന്ന് തീരുമാനിച്ചത് വെളിയായിരുന്നു. സ്റ്റാർ വേണ്ടെന്ന് വെച്ചു, നിങ്ങൾ എവിടെ ഉണ്ട് അങ്ങനെ ധ്യാൻ ചേട്ടന് ഒരു കോൾ എങ്ങനെയായിരിക്കും ചെയ്യാം? എങ്ങനെയാ ക്യാരക്ടർ ഉണ്ട് എന്നൊക്കെ പറയാം. ധ്യാൻ ചേട്ടൻ നറേഷൻ എങ്ങനെയാ? അല്ല, എന്നെ സജീവ് എന്ന് പറഞ്ഞാൽ ധ്യാൻ്റെ കൂടെയുള്ള ആളെ വിളിച്ചു, എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ വിളിച്ചു. അതിനുശേഷം ഞാൻ വിളിച്ചൊരു കഥ ഏകദേശം ഇങ്ങനെ ചേട്ടാ ഇന്നാണ് ഇന്റർവ്യൂ കഴിഞ്ഞ് കൃത്യമായിട്ട് കഥ പറഞ്ഞു. അതൊക്കെ ഇവനെ അറിയായിരുന്നു, എല്ലാ പരിപാടികളൊക്കെ അറിയാം, തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നെങ്കിലും പ്രൊഫഷണലാണ്, കഥ പറയാനൊക്കെ ഇവനറിയാം. അത് പറഞ്ഞു. അപ്പൊ തന്നെ അജു ഉണ്ട് കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ അതിനകത്തോട്ട് രസമുള്ള പരിപാടിയായിരുന്നു. നല്ല ഫുൾ നൈറ്റാണ് ഷൂട്ടിങ്. എല്ലാ ദിവസവും വൈകുന്നേരം 6 തൊട്ട് രാവിലെ 5 വരെയാണ്. ഇതൊരു ബാച്ചിലർ പാർട്ടിയിൽ നടക്കുന്ന രാത്രിയാണ്. സാധാരണ ലൊക്കേഷൻ ലൈറ്റ് പോയി നല്ല ലൈറ്റ് വരും എന്നുള്ള വിളിയായിരുന്നു. സൂര്യൻ നോക്കിച്ചിട്ട് അങ്ങനെ തീർക്കുമായിരുന്നു പടം.